കോഴിക്കോട് കോർപ്പറേഷനിലെ LDF, UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ ഇന്ന് നടക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ UDF കൺവെൻഷനിൽ പങ്കെടുക്കും. മന്ത്രി മുഹമ്മദ് റിയാസ്, എളമരം കരീം തുടങ്ങിയവരാണ് LDF കൺവെൻഷനിൽ പങ്കെടുക്കുന്ന നേതാക്കൾ. മുക്കത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തയാളുടെ പേരിൽ വ്യാജ പോസ്റ്റർ പ്രചരിപ്പിച്ചതായി പരാതി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുക്കം നഗരസഭ 18-ാം വാർഡിൽ മത്സരിച്ച സാറ കൂടാരം എന്ന സ്ഥാനാർത്ഥിയുടെ വ്യാജ പോസ്റ്ററാണ് പ്രചരിച്ചത്. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, ഇന്നിപ്പോൾ UDF-ന്റെയും LDF-ന്റെയും തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കാൻ പോവുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ അത് പ്രചാരണത്തിന്റെ ഉച്ചസ്ഥായിയിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. എങ്ങനെയാണ് ഇപ്പോൾ സൂക്ഷ്മ പരിശോധന കൂടി നടക്കുന്നുണ്ട്? ആരുടെയൊക്കെ പത്രികയൊക്കെ തള്ളിയിട്ടുണ്ട് ഇവിടെ? തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ ഉച്ചയിലെത്തി എന്ന് വേണം പറയാൻ. ഇന്നാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ UDF-ന്റെയും LDF-ന്റെയും തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ നടക്കുന്നത്. UDF-ന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ തന്നെ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ ഈ UDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയായി UDF-ന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മാറുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് തന്നെ LDF-ന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുന്നുണ്ട്. കേന്ദ്ര കമ്മിറ്റി അംഗം, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ്, MV ശ്രേയാംസ് കുമാർ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളും LDF-ന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും പത്രിക സമർപ്പണം പൂർത്തിയായി. അതോടൊപ്പം തന്നെ പത്രികയുടെ സൂക്ഷ്മ പരിശോധന ജില്ലയിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ലഭിച്ച വിവരപ്രകാരം ഇതുവരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയതോ അല്ലെങ്കിൽ ആ രീതിയിൽ പിൻവലിക്കപ്പെട്ടതോ ആയിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. നിലവിൽ ഈ മേഖലയിലൊക്കെ തന്നെ ഈ കുന്നമംഗലം, അതോടൊപ്പം തന്നെ തിരുവമ്പാടി, ഈ മേഖലയിലൊക്കെ തന്നെയാണ് വലിയ രീതിയിലുള്ള വിമത ശല്യം രൂക്ഷമായിട്ടുള്ളത്. ഇതിൽ കാരശ്ശേരി ഡിവിഷനിലാണ് ഇപ്പോൾ വലിയ രീതിയിൽ 14 സ്ഥാനാർത്ഥികളാണ് കാരശ്ശേരി ഡിവിഷനിൽ മാത്രം ഇപ്പോൾ ഈ സ്ഥാനാർത്ഥികളായി നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുള്ളത്. ഇവരൊന്നും തന്നെ ഇപ്പോൾ ഇതുവരെ പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല. അതിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ വിമതരായി മത്സരിക്കുന്ന ഈ കുന്നമലം ബ്ലോക്കിലെ കാരശ്ശേരി ഡിവിഷനിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉള്ളത്. 14 സ്ഥാനാർത്ഥികളാണ് ഇവിടെ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുള്ളത്. ഏതായാലും നാമനിർദ്ദേശ പത്രികയും അതോടൊപ്പം തന്നെ സൂക്ഷ്മ പരിശോധന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ആരും തോന്നുന്നു അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തയാളുടെ പേരിൽ ഒരു വ്യാജ പോസ്റ്ററൊക്കെ പ്രചരിപ്പിച്ചിട്ടുള്ളത്. എന്താണ് ആ വ്യാജ പോസ്റ്ററിൽ ആരോപിക്കുന്നത്? ആർക്കെതിരെയാണ് പോസ്റ്റർ പ്രചാരണം? ദിവ്യ, മുക്കം നഗരസഭയിലെ 18-ാം ഡിവിഷനിൽ മത്സരിച്ചിരുന്ന, കഴിഞ്ഞ തവണ കൗൺസിലറായിരുന്ന സാറ കൂടാരം എന്ന് പറയുന്ന അവരുടെ പേരിലാണ് ഈ വ്യാജ പോസ്റ്ററുകൾ പ്രചരിക്കുന്നത്. വലിയ വ്യാപകമായ പ്രചരണമാണ് ഈ വ്യാജ പോസ്റ്ററുകൾക്ക് ലഭിക്കുന്നത്. ഈ സാറ കൂടാരം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ മത്സരിച്ച് കൗൺസിലറായി. ആ സമയത്തൊക്കെ തന്നെ ഈ പോസ്റ്റർ പ്രചരിച്ചിരുന്നു. അതിനെതിരെ വലിയ രീതിയിലുള്ള പരാതികളൊക്കെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ അടക്കം പരാതി നൽകി. ഈ വിജയിച്ച ശേഷം, കൗൺസിലറായ ശേഷവും പരാതിയുമായി മുന്നോട്ട് പോയി. എന്നാൽ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. അതിനൊടുവിലാണ് ഇപ്പോൾ നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം നടക്കുന്നതിനിടെ വീണ്ടും ഈ വ്യാജ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ വ്യാപകമായി ഇത് പ്രചരിക്കപ്പെടുന്നുണ്ട്. ഇതിൽ പറയുന്നത്, അതായത് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറയുന്ന സിമിയുടെ, നേരത്തെ സിമി ഉപയോഗിച്ചിരുന്ന മുദ്രാവാക്യങ്ങൾ അടങ്ങിയ ഒരു പോസ്റ്ററാണ് പ്രചരിക്കുന്നത്. അതിൽ PK കുഞ്ഞാലിക്കുട്ടി, ഹൈദരലി ശിഹാബ് തങ്ങളടക്കമുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കളുടെ ദൃശ്യങ്ങളടങ്ങിയ പോസ്റ്റർ പ്രചരിക്കുന്നു. അത് ദുരുദ്ദേശപരമാണ് എന്ന് ലക്ഷ്യം വെച്ചു, അല്ലെങ്കിൽ ദുരുദ്ദേശ ലക്ഷ്യം വെച്ചുള്ളതാണ് ഈ പോസ്റ്റർ എന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാറ കൂടാരം പരാതി നൽകിയിരിക്കുന്നത്. നേരത്തെ നൽകിയ പരാതിയിൽ നടപടിയൊന്നും ഇല്ലാത്തതാണ് ഇങ്ങനെ വീണ്ടും ഇത് പ്രചരിക്കാനിടയാക്കിയത് എന്നുള്ളൊരു ആക്ഷേപം അവർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് നേരത്തെ മത്സരിച്ചത്. അവരുടെ പേരിൽ നേരത്തെയും ഈ സമാന രീതിയിലുള്ള പോസ്റ്ററുകൾ പ്രചരിച്ചിരുന്നു. ഇപ്പോൾ നിലവിലും പോസ്റ്റർ പ്രചരിക്കാനിടയായ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ് ഇവർ. വെൽഫെയർ പാർട്ടിയും സമാന രീതിയിലുള്ള പരാതി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാണാം. ദിവ്യ.